ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ RPF കോൺസ്റ്റബിൾ SI പരീക്ഷയിലെ മുൻവർഷങ്ങളിലെ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നമ്മളുടെ 5ാമത്തെ വീഡിയോയാണ്. RPF പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന 5ാമത്തെ വീഡിയോ. ഇതിനു മുൻപുള്ള 4 വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ 4 ക്ലാസ്സുകളും കാണുക. അത് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 10 ചോദ്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഫൈൻഡ് x and y in the ഈക്വലന്റ് ഫ്രാക്ഷൻ ഗിവൺ ബിലോ. അതായത് ഇതിൽ നിന്ന് എക്സും വൈയും കണ്ടുപിടിക്കുക. വളരെ എളുപ്പമാണ്. നിങ്ങൾ കാർഡ് കയറി ചിന്തിക്കുക ഒന്നും വേണ്ട. ഇങ്ങോട്ട് നോക്കിയാൽ മക്കളെ, x/9 ഈസ് ഈക്വൽ ടു 105 ഡിവൈഡഡ് ബൈ 63 ഈസ് ഈക്വൽ ടു 5/y. മക്കളെ, a/b എന്ന് പറഞ്ഞാൽ അല്ലേ a/b ആണ് എന്ന് നമുക്കറിയാം. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് x/9 ഈസ് ഈക്വൽ ടു 105 എന്ന് എടുക്കാം. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ എക്സിന് സംഭവിച്ച ചേഞ്ച് തന്നെയായിരിക്കും ഇവിടെ ഈ 9നും സംഭവിച്ചിട്ടുണ്ടാവുക. അതായത് 9നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്ത് കിട്ടാനായിട്ട്? 63 കിട്ടാനായിട്ട്. ഇൻറ്റു 7 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ. 9നെ നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നമുക്ക് എത്ര കിട്ടുന്നതിന് വേണ്ടി? 63 കിട്ടുന്നതിന് വേണ്ടി. അപ്പോൾ എക്സിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഈ 105 കിട്ടും? എന്ത് ചെയ്താൽ മതി? സോ എക്സ് ഈസ് ഈക്വൽ ടു 105 ഡിവൈഡഡ് ബൈ 9നെ 7 കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ എക്സിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും? കണ്ടുപിടിക്കാനായിട്ട് 7 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ എത്ര കിട്ടും? 15. സോ എക്സിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. എക്സ് ഈസ് ഈക്വൽ ടു 15. അതായത് 9നെ 7 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ റേഷ്യോന് മാറ്റം വരാതിരിക്കണമെങ്കിൽ ഇവിടെയും നിങ്ങൾ 7 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ 7 ഇൻറ്റു എക്സ്, 7x ആണ് 105. സോ എക്സ് എത്രയാണ്? 105/7. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ, ഇവിടെ 5നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 105 കിട്ടും. എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും? 105 ഡിവൈഡഡ് ബൈ 5 21. അതായത് 21 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് ഇവിടുത്തെ വാല്യൂ കിട്ടുക. കാരണം 5നെ 21 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 105 കിട്ടും. അപ്പോൾ വൈയെയും നിങ്ങൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 21. അതായത് 21 ഇൻറ്റു വൈ എന്ന് പറയുന്നതാണ് 63. അപ്പോൾ വൈ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 63 ഡിവൈഡഡ് ബൈ 21. എത്ര കിട്ടി? 3. സോ y ഈസ് ഈക്വൽ ടു 3. സോ അങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ടോ? x 15ഉം y 3 എന്നും പറയുന്നത് ഉണ്ട്. ഓപ്ഷൻ എ കണ്ടോ? ഓപ്ഷൻ എ. സോ ആൻസർ എത്ര? x ഈസ് ഈക്വൽ ടു 15, y ഈസ് ഈക്വൽ ടു 3. സോ ഓപ്ഷൻ എ ശരിയാണോ നോക്കാം നമുക്ക്. യെസ്, ശരിയാണ്. സോ ആൻസർ ഓപ്ഷൻ എ എന്ന് നമുക്ക് കിട്ടി. അടുത്ത ചോദ്യം നോക്കാം. An executive earns a salary of rupees 12,600 every month and he spends 5/7 of it. If his salary increases by 1/3 and his spending increases by 1/5 of the present expenditure, what fraction of his salary will he save? അപ്പം ചോദ്യം ഇംഗ്ലീഷിൽ കണ്ട് പേടിക്കുകയൊന്നും വേണ്ട. പരീക്ഷ നിങ്ങൾക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ എഴുതാം. പിന്നെ ഉള്ള സ്ഥലമെല്ലാം കൂടെ കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മലയാളത്തിലും കൂടെ ചോദ്യം എഴുതാത്തത്. ഇംഗ്ലീഷിലാവുമ്പോൾ അത് എല്ലാ ആളുകളെയും സെർവ് ചെയ്യുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ കൂടുതലും ഉൾപ്പെടുത്തുന്നത്. മലയാളം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരാളുടെ ശമ്പളം 12,600 രൂപയാണ് എല്ലാ മാസവും കിട്ടുന്നത്. അയാൾ അതിൻ്റെ 7/5 ഭാഗം ചെലവാക്കുന്നു. ഇപ്പോൾ അയാളുടെ സാലറി 1/3 കൂടി. അതുപോലെ അയാളുടെ ചെലവാക്കൽ, അയാളുടെ എക്സ്പെൻഡിച്ചർ, അയാൾ ചെലവഴിക്കുന്നത് 5/1 കൂടി. നേരത്തെ ചെലവിൻ്റെ 5/1 അയാൾ കൂടുതലായിട്ട് ചെലവാക്കാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ അയാളുടെ വരുമാനത്തിൻ്റെ എത്ര ഭാഗം അയാൾ സേവ് ചെയ്യും? പുതിയ വരുമാനത്തിൻ്റെ എത്ര ഭാഗം അയാൾ സേവ് ചെയ്യും? ഇത് നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഫ്രാക്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മുൻപിൽ 2 വഴികളുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് ഈ 12,600നെ ഫോക്കസ് ചെയ്ത് ആ വാല്യൂ എടുത്തിട്ട് ഓരോന്നിൻ്റെയും വാല്യൂ കണ്ടുപിടിച്ച് ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ചോദ്യം എന്താ? ഫ്രാക്ഷൻ എത്ര എന്നാ ചോദ്യം. അതപ്പോൾ ഭിന്നസംഖ്യാ രൂപത്തിൽ പറഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾ ഈ റിയൽ വാല്യൂ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഫ്രാക്ഷൻ ആക്കി പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഫ്രാക്ഷൻ വെച്ചുള്ള കാൽക്കുലേഷൻ മാത്രം മതി, റിയൽ വാല്യൂ എടുക്കണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കിക്കൂ മക്കളെ. ഇത്രയേ ഉള്ളൂ.
ഇയാളുടെ സാലറി ഉണ്ടല്ലോ, ഇയാളുടെ സാലറി ആദ്യം അത് 1 ആയിരുന്നു, പിന്നെ അതിന് ഇൻക്രീസ് ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. സാലറി അല്ലെങ്കിൽ അയാളുടെ ഇൻകം വരുമാനം 1 ആയിട്ട് ഞാൻ എടുത്തു. ഇനി എന്താ, അയാൾ അതിൻ്റെ 5/7 ചെലവാക്കും, 5/7 ചെലവാക്കും. അപ്പോൾ അയാളുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 5/7 ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ സേവ് ചെയ്യുക, വരുമാനത്തിൽ നിന്ന് സേവിങ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ ആയിരിക്കും. വരുമാനത്തിൽ നിന്നും ചിലവ് കുറച്ച് കഴിയുമ്പോൾ ബാക്കി വരുന്നതാണല്ലോ എന്തെന്ന് പറയുന്നത്, ഈ സേവിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ സേവിങ്സ് നമുക്ക് ആവശ്യമില്ല, നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, സ്പീഡ് കൂടും. അവോയ്ഡ് അൺനെസസറി കാൽക്കുലേഷൻ. ഞാൻ എപ്പോഴും എൻ്റെ കുഞ്ഞുങ്ങളോട് പറയുന്നതാണ്, ആവശ്യമുള്ളതേ ചെയ്യാവൂ, ആവശ്യമില്ലാത്തത് ചെയ്യരുത്. അപ്പോൾ ഈ സേവിങ്സ് നമുക്ക് വേണ്ട, നമുക്ക് പുതിയ സേവിങ്സാണ് വേണ്ടത്. ഓക്കെ, ഇപ്പം ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ഹിസ് സാലറി ഇൻക്രീസസ് ബൈ 1/3. അപ്പം പഴയ സാലറി 1 ആണെങ്കിൽ അതിൻ്റെ കൂടെ പുതിയ സാലറി എത്ര കൂടി? അതിൻ്റെ 3/1 കൂടെ കൂടി. അപ്പം നേരത്തെ 1 ആണെങ്കിൽ ഇപ്പം 1/3 കൂടെ കൂടുതലായിരിക്കും കിട്ടുന്നത്. എന്ന് പറയുമ്പോൾ 1നെ മക്കളെ നമുക്ക് 3/3 എന്ന് എടുക്കാം, 1/3 നമുക്ക് 1/3 എന്ന് തന്നെ എടുക്കാം. അപ്പോൾ രണ്ടിൻ്റെയും കോമൺ ഡിനോമിനേറ്റർ ആണ്. സോ നമുക്ക് എത്ര കിട്ടും? 4/3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇയാളുടെ പുതിയ സാലറി എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 4/3 ആയിരിക്കും. മനസ്സിലായോ? ഇനി ഇയാളുടെ എക്സ്പെൻഡിച്ചർ എന്ത് സംഭവിച്ചു? ഇഫ് ഹിസ് സാലറി ഇൻക്രീസസ് 1/3 ആൻഡ് ഹിസ് സ്പെൻഡിങ് ഇൻക്രീസസ് 1/5 ഓഫ് ദ പ്രസന്റ്. അതായത് ശ്രദ്ധിച്ച് കേൾക്കണേ, അയാളുടെ ഇപ്പോഴത്തെ എക്സ്പെൻഡിച്ചറിനെ 1 ആയിട്ട് എടുക്കുക. അത് ഓൾറെഡി പറയാം സാറേ, അത് 5/7 എന്ന് നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ, വീണ്ടും എന്തിനാ അങ്ങനെ എടുക്കുന്നതെന്ന് ചോദിക്കരുത്, ഞാൻ പറഞ്ഞു കഴിയട്ടെ എന്നിട്ട് അപ്പോൾ നിങ്ങൾ ക്ലിയർ ആവും. എക്സ്പെൻഡിച്ചർ 1 ആണെങ്കിൽ അതിൻ്റെ കൂടെ ഇപ്പോൾ എത്രയും കൂടെ കൂടിയിട്ടുണ്ട്? 1/5 കൂടെ കൂടിയിട്ടുണ്ട്. സോ പ്ലസ് 1/5. നേരത്തെ നമ്മൾ എടുത്ത പോലെ ഡിനോമിനേറ്റർ സെയിം ആക്കി എഴുതാൻ വേണ്ടി 1നെ നമ്മൾ 5/5 എന്ന് എഴുതും, പ്ലസ് 1/5. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 6/5 ആയിരിക്കും. നേരത്തെ 1 ആയിരുന്നെങ്കിൽ ഇപ്പോൾ 6/5 ആയിരിക്കും. അപ്പം നേരത്തെ എത്ര ആയിരുന്നു? 5/7 ആയിരുന്നു അല്ലേ? 1 ആയിരുന്നപ്പോൾ 5/7 ആയിരുന്നു. ആ 5/7 എത്ര ഇപ്പോൾ ഉള്ളത്? ആ 5/7 എത്ര ഇപ്പോൾ ഉള്ളത്? 6/5 ആണ്. അപ്പോൾ 5/7 6/5 എന്ന് പറഞ്ഞാൽ എന്തുവാ? 5/1 കൂടിയതിന് ശേഷമുള്ളത് 1 ആയിട്ട് സങ്കല്പിച്ചാൽ 5/1 കൂടെ കൂടി അതിന് ശേഷം 1 ആണെങ്കിൽ 6/5 ആയിരിക്കും. അപ്പോൾ നേരത്തെ 5/7 ആയിരുന്നു, ഇപ്പോൾ ആ 5/7 6/5 ആയിരിക്കും. അപ്പോൾ ഇതാ ഈ 5ഉം 5ഉം അങ്ങ് വെട്ടിപ്പോയിട്ട് നമുക്ക് എന്തോ കിട്ടും മക്കളെ? 6/7 എന്ന് കിട്ടും. അപ്പം ഇവൻ്റെ പുതിയ എക്സ്പെൻഡിച്ചർ എത്ര ആണ്? 6/7 ആണ്. 6/7 ആണ്. അപ്പോൾ സേവിങ്സ് എത്ര ആയിരിക്കും? സേവിങ്സ് ഈസ് ഈക്വൽ ടു നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ നോക്കിക്കോ, ഇവൻ്റെ ഇൻകം എത്ര? 4/3. എക്സ്പെൻഡിച്ചർ എത്ര? 6/7. ഇത് തമ്മിൽ കുറച്ച് 7 × 3 21, 7 × 4 28, 6 × 3 18. 28 നിന്ന് 18 കുറച്ചാൽ എത്ര കിട്ടും മക്കളെ? 10/21. അപ്പോൾ ഇവൻ്റെ സേവിങ്സ് എത്ര? 10/21. 10/21. ചോദ്യം എന്താ? വാട്ട് ഫ്രാക്ഷൻ ഓഫ് ഹിസ് സാലറി വിൽ ഹി സേവ്? ഇവൻ്റെ സാലറി എത്ര? ഈ 4/3 ആണ് ഇവൻ്റെ സാലറി. ഇവൻ്റെ സേവിങ്സ് എത്ര? 10/21 ആണ് ഇവൻ്റെ സേവിങ്സ്. പറഞ്ഞാൽ മനസ്സിലായോ? ചോദ്യം എന്തുവാ? വാട്ട് ഫ്രാക്ഷൻ ഓഫ് ഹിസ് സാലറി വിൽ ഹി സേവ്? ഇവൻ്റെ സാലറിയുടെ എത്ര ഭാഗമാണ് ഇവൻ സേവ് ചെയ്യുന്നത്? സാലറി എത്ര? 4/3. ആ 4/3യുടെ എത്ര ഭാഗമാണ് സേവിങ്സ് എന്ന് പറയുമ്പോൾ 10/21. അപ്പം ഇതൊരു ഭിന്നസംഖ്യ, ഇതൊരു ഭിന്നസംഖ്യ. രണ്ട് ഭിന്നസംഖ്യയെ തമ്മിൽ ഹരിക്കാൻ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ ഭിന്നസംഖ്യ, മുകളിലത്തെ ഭിന്നസംഖ്യ അതേപോലെ എഴുതുക, 10/21. താഴത്തെ ഭിന്നസംഖ്യയെ തിരിച്ചിട്ട് ഗുണിക്കുക. തിരിച്ചിട്ട് ഗുണിക്കാൻ പറയുമ്പോൾ 4/3 എന്നുള്ളത് എന്താവും മക്കളെ? 3/4 ആകും. ശരിയല്ലേ? ഇനി ഞാൻ വെട്ടിക്കളയാൻ പോണേ, വേറൊരു കളർ എടുത്ത് കാണിച്ചു തരാം. ഈ വെട്ടിക്കളയുന്നതിൽ സംശയം തോന്നരുത്. പച്ച എടുക്കാം. 3ൽ 3 ഒരു പ്രാവശ്യം, 21ൽ 3 എത്ര പ്രാവശ്യം? 7 പ്രാവശ്യം. ഇനി 10നെ 4നും കൂടെ വെട്ടുക. 4ൽ 2 2 പ്രാവശ്യം, 10ൽ 2 5 പ്രാവശ്യം.
ഇനി ഇവിടെ എന്തൊക്കെയുണ്ട് ബാക്കി? 5 × 1 അല്ലേ? ഈ 5നെ ഈ 1 കൊണ്ട് ഗുണിച്ചാൽ 5 ഡിവൈഡഡ് ബൈ ഈ 7നെ ഈ 2 കൊണ്ട് ഗുണിച്ചാൽ 14. സോ ആൻസർ എത്ര? 5/14. 5/14 ഓപ്ഷനിലുണ്ടോ? ഉണ്ടല്ലോ. ഓപ്ഷൻ ഡി ശരിയാണോ? യെസ്, 5/14. പക്ഷേ ഈ ചോദ്യം മൊത്തം ചെയ്തപ്പോഴും നമ്മൾ ഈ 12,600 തൊട്ടിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ അത് എടുത്തു വെച്ച് ചെയ്യാം. വേറെ കുറേ വലിയ സംഖ്യകളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അവരെത്ര രൂപയാണ് ഇവൻ സേവ് ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ പുതിയ സേവിങ്സ് എത്ര രൂപയാണെന്നോ പഴയ സേവിങ്സിനേക്കാൾ പുതിയ സേവിങ്സ് എത്ര കൂടുതൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ നമ്മൾ 12,600 അതിൻ്റെ മണ്ടയ്ക്കോട്ട് എടുത്ത് വെച്ചാൽ മതി. ഈ ചോദ്യം വേണമെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം. an executive earns a certain amount every month എന്ന് ചോദിച്ചാലും എന്നിട്ട് ബാക്കി വാല്യൂ എല്ലാം തന്നാലും നമുക്ക് ഉത്തരം കിട്ടും. സാലറി തന്നില്ലെങ്കിൽ പോലും ഫ്രാക്ഷൻ വാല്യൂ വെച്ചിട്ട് നമുക്ക് ചെയ്ത് 5/14 എന്ന് ആൻസർ കിട്ടും. ക്ലിയർ ആണോ? യെസ്. സോ അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് റേഷ്യൂസ് ഇസ് ദ ഹയസ്റ്റ് അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രാക്ഷൻസ് ഇസ് ദ ഹയസ്റ്റ്? ഈ താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യകൾ ഏതാണ്? അപ്പം നമുക്ക് വളരെ എളുപ്പം അത് കണ്ടുപിടിക്കാം. ക്രോസ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് 2/5 ആണോ 7/9 ആണോ വലുത് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് എളുപ്പമാണ് ചെയ്യാനായിട്ട്. നിങ്ങൾ ഈ 9നെ ഈ 2 കൊണ്ട് ഗുണിക്കുക. എത്ര കിട്ടും? 18. എന്നിട്ട് അത് ഇതിൻ്റെ മുകളിൽ എഴുതി വെക്കുക. എന്നിട്ട് ഈ 5നെ ഈ 7 കൊണ്ട് ഗുണിക്കുക. എത്ര കിട്ടും? 35. അപ്പോൾ ആരാണ് വലുത്? 35 വലുത്. സോ വലിയ ഫ്രാക്ഷൻ ഏതാണ്? 7/9. അങ്ങനെ ഈ ഓരോന്നും നമ്മൾ കൂട്ടി വലുതാക്കി ഇങ്ങനെ എഴുതി നമുക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്ത് നോക്കാം. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്ത് നോക്കാം. ഈ ആദ്യത്തെ ഏതെങ്കിലും 2 എണ്ണം എടുക്കുന്നു, അടുത്ത 2 എണ്ണം എടുക്കുന്നു, അങ്ങനെ നമുക്ക് വെച്ച് നോക്കാം. ഓക്കെ. ഇനി ഇതൊന്നുമല്ല, നമുക്ക് കുറച്ചുകൂടെ ഇപ്പോൾ ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡറോ ഡിസെൻഡിങ് ഓർഡറിലൊക്കെ എഴുതാനൊക്കെ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെയും നോക്കാം. ഇപ്പം നമ്മുടെ ഫ്രാക്ഷൻസ് ഏതൊക്കെയാണ് മക്കളെ? നമുക്ക് തന്നിരിക്കുന്ന 3/4, 1/2, 7/8, 5/6. നിങ്ങൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, എല്ലാത്തിൻ്റെ മുകളിൽ ഓരോ 0 അങ്ങ് ആഡ് ചെയ്യുക. 30/4, 10/2, 70/8, 50/6 എന്നിട്ട് ചുമ്മാ അങ്ങ് ഹരിച്ചു നോക്കുക. കൃത്യമായിട്ടൊന്നും വേണ്ട, ഏകദേശം 30/4 15ൻ്റെ പകുതി 7.5, 10/2 5, 70/8 70നെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര? 8 9 പറ്റത്തില്ല, 8 8 64. പിന്നെ ബാക്കി എത്ര ഉണ്ട്? 6. 6നെ 8 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 8 7 56 അല്ലേ? അപ്പോൾ 8.7 അത്രയും മതി. ഇത് 50നെ 6 കൊണ്ട് ഹരിക്കുക. എത്ര കിട്ടും? 8 6 48. പിന്നെ ബാക്കി എത്ര ഉണ്ട്? 2 എന്ന് പറയുമ്പോൾ 20. 20നെ 6 കൊണ്ട് ഹരിച്ചാൽ 6 3 18. അപ്പോൾ 8.3. അപ്പോൾ നമുക്കിതിൽ ഏറ്റവും വലുത് 8.7 ആണ്. ഇത് അതിൻ്റെ ചെറുത്, അതിൻ്റെ ചെറുത്, അതിൻ്റെ ചെറുത്. അപ്പോൾ ഏറ്റവും വലുത് ഏതാ? 8.7 വന്നേക്കുന്ന ഫ്രാക്ഷൻ ഏതാണ്? 7/8 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് റാഷണലായിട്ടൊന്ന് ഹരിച്ച് നോക്കിയിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് പോകാം. സോ ആൻസർ എത്ര മക്കളെ? 7/8. അടുത്ത ചോദ്യം, ഫ്രാക്ഷൻ റെപ്രസെൻറ്റേഷൻ ഓഫ് 0.18. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ, സൂക്ഷിച്ച് നോക്കിക്കണം. ഞാൻ ഈ 0.18 മാത്രമാണോ അവന്മാർ പറഞ്ഞേക്കുന്നത്? അല്ല, 8ൻ്റെ മുകളിൽ ഒരു വരയുണ്ട്. ഈ വരയുടെ അർത്ഥം എന്താ? ബാർ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ 0.1888888888 ഇങ്ങനെ പോകും, അവസാനിക്കുന്നില്ല. എത്ര വേണേലും എഴുതാം. അപ്പോൾ ഒരു സംഖ്യയെ മറ്റൊരു സംഖ്യ കൊണ്ട് നിങ്ങൾ കാൽക്കുലേറ്ററിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ 1നെ 3 കൊണ്ടൊന്ന് ഹരിച്ച് നോക്കിക്കേ. 0.3333 കാൽക്കുലേറ്ററിൽ എത്ര ഡിജിറ്റ് ഉണ്ടോ അത്രയും നിങ്ങൾക്ക് 0 അവസാനിക്കുന്നില്ല, ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഹരിച്ച് നിങ്ങളിങ്ങനെ 0.333333 വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഏത് 2 സംഖ്യകളെ തമ്മിൽ ഹരിക്കുമ്പോഴാണ് ഇങ്ങനെ കിട്ടുന്നത്? ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ 0.3
ബാർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 0.333333 എന്ന് നമുക്ക് എഴുതാം. അല്ലെ പോട്ടെ, 0 ഞാൻ അങ്ങ് മാറ്റിയിട്ട് 1.33 1.3 ബാർ എന്ന് പറയുമ്പോൾ എന്താണ് 1.33333 ഇങ്ങനെ പോകും. ഈ 3 ബാർ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 3 ബാർ ഈസ് ഈക്വൽ ടു 3/9 എന്നാണ്. അപ്പോൾ 1.25 ബാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 1 and 25/99 രണ്ട്. അപ്പോൾ ഈ 1.25 ബാർ എന്ന് പറഞ്ഞാൽ 1.252525252525 എന്നും പറഞ്ഞു പോകും. അപ്പോൾ ഈ അങ്ങനെ കിട്ടണമെങ്കിൽ 1 and 25/99. പക്ഷേ ഇവിടെ നമുക്ക് പറഞ്ഞേക്കുന്നത് 8ൻ്റെ മുകളിൽ മാത്രമേ ഉള്ളൂ ബാർ, 18ൻ്റെ മുകളിൽ ഇല്ല. 18 എന്നല്ല, 0.1 കഴിഞ്ഞ് പിന്നെ എല്ലാം 8ആണ്. അങ്ങനെയാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പം നമുക്കിവിടെ എഴുതേണ്ടത് 0.18 ബാർ എന്നാണ്. അതായത് 8ൻ്റെ മുകളിൽ മാത്രമേ എന്ത് വരുന്നുള്ളൂ? ബാർ വരുന്നുള്ളൂ. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേക്കണേ. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഇയാളെ അങ്ങ് 10 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ എനിക്ക് എത്ര കിട്ടി? 1.8 ബാർ എന്ന് കിട്ടി അല്ലേ? അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? 8 ബാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? 8/9. അപ്പം ശരിക്കുമുള്ള സംഖ്യ അല്ല, ഞാൻ 10 കൊണ്ട് ഗുണിച്ചേക്കാണ് എന്ന കാര്യം ഓർത്തോണം. 10 കൊണ്ട് ഞാൻ ഗുണിച്ചപ്പോഴാണ് എനിക്ക് എന്ത് കിട്ടിയത്? മര്യാദയ്ക്കുള്ള സംഖ്യ എത്രയാണ്? 0.18 ബാർ. ഇതിനെയാണ് ഞാൻ എൻ്റെ സൗകര്യത്തിന് വേണ്ടിയാണ് 10 കൊണ്ട് ഗുണിച്ചത്. അപ്പോൾ 1.8 ബാർ എന്ന് കിട്ടിയെന്ന് പറയുമ്പോൾ 8/9. ഇനി ഞാൻ ഈ 9നെ 1 കൊണ്ട് ഗുണിച്ച് 9 × 1 9 8 17/9 എന്ന് എഴുതി. അപ്പോൾ എന്തുവാ ഈ 17/9 എന്ന് പറഞ്ഞാൽ? 1.8 ബാറിന് തുല്യമാണ് 17/9. പക്ഷെ നമുക്ക് 1.8 ബാർ അല്ലല്ലോ വേണ്ടത് അല്ലേ? അപ്പോൾ 1.8 ബാർ 17/9 ആണെങ്കിൽ നമുക്ക് 0.18 ബാർ കിട്ടണമെങ്കിൽ നമ്മളിവിടെ ഗുണിച്ചില്ലേ? 10 കൊണ്ട് ഗുണിച്ചപ്പോഴല്ലേ നമുക്ക് ഇങ്ങനെ കിട്ടിയത്. അപ്പോൾ അതിൻ്റെ റിവേഴ്സ് അങ്ങ് ചെയ്താൽ മതി. ഇതിനെ എന്ത് ചെയ്താൽ മതി? 10 കൊണ്ട് ഹരിച്ചാൽ മതി. അതായത് 17/9 ÷ 10 എന്ന് പറയുമ്പോൾ 10 കൊണ്ട് ഹരിക്കാൻ പറയുമ്പോൾ തിരിച്ചിട്ട് ഗുണിക്കണം. അപ്പോൾ 17/9 × 1/10. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 17/90. സോ ആൻസർ എത്ര? 17/90. ഉണ്ടോ? ഉണ്ട്. 17/90 ഉണ്ട്. 17/90. ക്ലിയർ ആണോ? യെസ്. അടുത്ത ചോദ്യം. ആഹാ, മനോഹരമായ ചോദ്യം അല്ലേ? അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ പേടിക്കാനായിട്ട് നിൽക്കരുത്. സംഭവം സിമ്പിളാണ്. നോക്കിക്കോ. ആദ്യം നമുക്ക് ഈ 6/7 ഞാൻ അതുപോലെ അങ്ങ് എഴുതിയേ, പ്ലസ് ഇനി ഇതിന് ഇപ്പുറത്തോട്ടുള്ള ആ സാധനത്തിന് ഞാൻ ഇങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി എഴുതും. അതാണ്ട് ഇവനെ ഞാൻ ഈ സൈഡിലോട്ട് അങ്ങ് മാറ്റി എഴുതുവാണേ. 7 and 3/4 - 6 and 1/2. നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഈ 7 ൽ 6 അങ്ങ് കുറയ്ക്കുക. എത്ര കിട്ടും? 1. 7 ൽ 6 കുറച്ചാൽ എത്ര കിട്ടും? 1. പിന്നെ 3/4 നിന്ന് 1/2 കുറയ്ക്കുക. 3/4 നിന്ന് 1/2 കുറയ്ക്കുക. 3/4 അതായത് 3/4 നിന്ന് ആരാ കുറയ്ക്കാൻ? കാലല്ലേ കാണത്തുള്ളൂ. പോട്ടെ, എങ്കിലും പോട്ടെ. ഇനി അത് അറിയത്തില്ല, അത് നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെ ചിന്തിച്ചാലും മതി. അത് മനസ്സിൽ വന്നില്ലെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ താഴെയും മുകളിലും 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 3/4 - 2/4 എത്ര കിട്ടും? 1/4. 1/4 എന്ന് പറയുന്നത് 4. അപ്പോൾ 1 പിന്നെ ഇവിടെ ഒരു 4 ഉണ്ട്. 1 and 1/4. അതിനെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 1 and 1/4നെ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അതിനെ നമുക്ക് ഇംപ്രോപ്പർ ആക്കാം. 4 × 1 4, 4 1 5, 5/4. ഇതെങ്ങനെയാണ് ഈ സംഭവം എന്ന് നിങ്ങൾക്ക് അറിയത്തില്ല എങ്കിൽ കഴിഞ്ഞ ദിവസം ഞാനൊരു ലൈവ് ക്ലാസ് എടുത്തിട്ടുണ്ട്, ഫ്രാക്ഷൻസ് എന്നും പറഞ്ഞിട്ട്. അതിൽ ഇതൊക്കെ വളരെ വിശദമായിട്ട് സമയമെടുത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കിക്കോണം കേട്ടോ. അപ്പോൾ പ്രോപ്പറിനെ ഇംപ്രോപ്പർ ആക്കാനും ഇംപ്രോപ്പറിനെ മിക്സഡ് ഇത് കാര്യങ്ങളെല്ലാം പ്രോപ്പറിനെ ഇംപ്രോപ്പർ ആക്കാൻ പറ്റില്ല. ഇംപ്രോപ്പറിനെ മിക്സഡ് ഫ്രാക്ഷനും മിക്സഡിനെ ഇംപ്രോപ്പർ ആക്കുന്നതും ഒക്കെ വളരെ വിശദമായിട്ട് ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. അപ്പോൾ എത്ര കിട്ടി മക്കളെ? 5/4 എന്ന്. അതായത് അപ്പോൾ ഇതിന് പകരം എനിക്ക് എന്തെഴുതാം? 5/4 എന്ന് എഴുതാം. ഇനി ഡിവൈഡഡ് ബൈ
ഈ കിടക്കുന്ന സാധനം ഉണ്ടല്ലോ, ഈ കിടക്കുന്ന സാധനം അതിനെ ഞാൻ ഇങ്ങോട്ട് എഴുതുക. എന്തുവാ? 7/3 × 9. ഈ താഴെ കിടക്കുന്നത് ഈ കിടക്കുന്നത് 7/3 × 9. അപ്പം 3 കൊണ്ട് ഇതിനെ വെട്ടാമല്ലോ. 7 × 3 21. സോ ഡിവൈഡഡ് ബൈ 21. സോ 6/7 പ്ലസ് ഇനി ഇതൊരു ഭിന്നസംഖ്യ, അതിനെ വേറൊരു സംഖ്യ കൊണ്ട് ഹരിക്കുന്നു. എന്താ ചെയ്യേണ്ടത്? 5/4 ഇൻറ്റു ഇതിൻ്റെ റെസിപ്രോക്കൽ. 21ൻ്റെ റെസിപ്രോക്കൽ എത്ര? 1/21. 1/21. ഓക്കെ, ഇത് നമുക്ക് വെട്ടിക്കളയാം. ഏതുകൊണ്ട്? 3 കൊണ്ട് വെട്ടിക്കളയാം. 3 കൊണ്ട് വെട്ടുമ്പോൾ ഇവിടെ എത്ര കിട്ടും? 3 21ൽ എത്ര പ്രാവശ്യം? 7 പ്രാവശ്യം. ഇവിടെ എത്ര പ്രാവശ്യം? 18 പ്രാവശ്യം അല്ലേ? 18/4. 18/4 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം അതിനെ? നമുക്കതിനെ അല്ല, ഇത് 54 അല്ലല്ലോ, 5/4 അല്ലേ? 54 എങ്ങനെ വന്നു? സോറി, ഞാൻ എഴുതിയതിൻ്റെ തെറ്റാണ്. സോ 5/4 ഇൻറ്റു 1/21. അപ്പോൾ അങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ. സോ നമുക്ക് 6/7 പ്ലസ് ഇവിടെ എത്ര കിട്ടും? നമുക്ക് 5 ഡിവൈഡഡ് ബൈ 21 ഇൻറ്റു 4 എത്ര കിട്ടും? 84. സോ 5/84. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി നമുക്കിതിനെ എന്ത് ചെയ്യണം? ഇതിനെ ഈ കോമൺ ഡിനോമിനേറ്റർ ആക്കാം. നമുക്ക് 7നെ നമുക്ക് 12 കൊണ്ട് ഗുണിച്ചാൽ 84 കിട്ടും. 6നെ അപ്പം നിങ്ങൾ 12 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 12 × 6 72, 12 × 7 84 പ്ലസ് 5/84. അപ്പോൾ 72ഉം 5ഉം 77/84. 77/84 എന്ന് കിട്ടും. സോ 77/84നെ വീണ്ടും നമുക്ക് 7 കൊണ്ട് ഹരിക്കാം. 7 കൊണ്ട് ഹരിക്കുമ്പോൾ 7 കൊണ്ടല്ല, 7 കൊണ്ട് ഹരിക്കാം. അപ്പോൾ എത്ര കിട്ടും? 11 77ഉം 12 84. സോ 11/12 എന്ന് കിട്ടും. ഇത് മൊത്തത്തിൽ നമ്മൾ അതായത് ഇത് മൊത്തം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 11/12 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ 11/12 ഇൻറ്റു എത്രയാണ്? 42 എന്നല്ലേ പറഞ്ഞേക്കുന്നത്. സോ ഇൻറ്റു 42. അപ്പോൾ 12നെ നമുക്ക് 6 ആയിട്ട് എടുക്കാം. ഇവിടെ എത്ര ആയിട്ട് എടുക്കാം? 21. 21 ഇൻറ്റു 11 എന്ന് പറയുമ്പം 2 231/6. 6 3 18. സോ 38.5 എന്ന് കിട്ടും. 38.5 38.5 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ ഒരല്പം ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഇപ്പോൾ ഞാനായപ്പോഴും അവിടെ 5/4 എന്നുള്ളതിന് ഞാൻ പകരം 45 എന്തോ അവിടെ എഴുതി വെച്ചു. അപ്പോൾ അങ്ങനെ ഒരു ആബ്സെൻറ്റ് മൈൻഡഡ് ആയിട്ടിരുന്ന് ചെയ്യരുത്. നിങ്ങൾ ശ്രദ്ധിച്ച് ഒരല്പം ശ്രദ്ധ കൊടുത്ത് ചെയ്യുക. കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റം നിങ്ങളിലുണ്ടാവും. ഓക്കെ, സോ 38.5. സോ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, ഈ ഒരു ചോദ്യം ഇത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്തെങ്കിലും ഡിഡ് യു ഫൈൻഡ് സംതിങ്? എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് കത്തിയോ? ഇത് കണ്ടിട്ട് എന്തെങ്കിലും തോന്നിയോ? ഇങ്ങോട്ട് നോക്ക്. ഒരുത്തൻ ഒളിച്ചിരിക്കുക, അവനെ കണ്ടുപിടിക്കണം. ഒളിച്ചിരിക്കുന്നവനെ നിങ്ങൾക്ക് കിട്ടിയോ? കിട്ടിയെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഇങ്ങോട്ട് നോക്കിക്കേ. 2 സംഖ്യകളെ തമ്മിൽ ഗുണിച്ചേക്കുകയാണ്. 2 ഒരേ സംഖ്യയാണ്. സോ ഞാൻ ഇതിനെ A² എന്ന് വിളിക്കുന്നു. ഇത് എയും ഇത് ബിയും ആയിട്ട് എടുത്താൽ ഇത് 2. അപ്പോൾ 2AB. ഇത് B². A² പ്ലസ് 2AB പ്ലസ് B² എന്ന് പറഞ്ഞാൽ എന്തുവാ? A + B² അപ്പോൾ A + B² എക്സ്പാൻഡ് ചെയ്ത് വെച്ചേക്കുകയാണ് അവിടെ. എയ്ക്ക് പകരം എന്തെടുക്കാം? 3 and 3/5. ബിക്ക് പകരം 2/5 അല്ലേ? സോ A + B² കണ്ടുപിടിച്ചാൽ മതി. എ എന്ന് പറഞ്ഞാൽ 3 and 3/5 പ്ലസ് ബി എന്ന് പറയുമ്പോൾ 2/5 2. ഇങ്ങോട്ട് നോക്കിക്കേ.
3 മക്കളെ 3/5 2/5 കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടും? 3 2 5, ഡിനോമിനേറ്റർ സെയിം ആണ്. 5/5 എന്ന് പറഞ്ഞാൽ 1, അപ്പം 3 + 1 സ്ക്വയർ. 3 + 1 എത്ര? 4. 4 സ്ക്വയർ എത്ര? 16. സോ വെരി സിമ്പിൾ, ആൻസർ 16. ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് നോക്കുമ്പോൾ, പക്ഷേ നിങ്ങൾ അങ്ങനെ ചിന്തിക്കണം, അങ്ങനെ നിങ്ങൾ സംശയിക്കണം, അവനല്ലയോ ഇത്, അത് താനല്ലയോ ഇത് എന്ന് വർണ്ണത്തിൽ ആശങ്ക വരണം നിങ്ങൾക്ക്. അങ്ങനെ വന്നാൽ രക്ഷപ്പെട്ടു. ഓക്കെ, കുറേ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ വരും, അല്ലാതെ അത് വരുത്താനായിട്ട് മരുന്നൊന്നുമില്ല. എവിടെ പോയാലും ആ മരുന്ന് കിട്ടത്തുമില്ല, അത് ഭയങ്കര കോസ്റ്റ്ലിയാണ്, നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. എവിടെ പോയാലും ആര് പഠിപ്പിച്ചാലും ആ സാധനം നിങ്ങൾക്ക് കിട്ടത്തില്ല. പ്രാക്ടീസ് ചെയ്താൽ തനിയെ വന്നോളൂ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ ഗിവൺ എക്സ്പ്രഷൻ? താഴെ തന്നിരിക്കുന്നതിൻ്റെ വില എത്ര? ഓക്കെ, സോ ആദ്യമേ തന്നെ നമ്മൾ ഈ ബ്രാക്കറ്റിനകത്തിലുള്ളത് നോക്കണം. മുട്ടൻ കോമഡിയാണ് ബ്രാക്കറ്റിനകത്തിലുള്ളത്. അതായത് ഇങ്ങോട്ട് നോക്കിക്കേ, ആദ്യം ബോട്ട്മാസ് റൂളൊക്കെ ഉണ്ടല്ലോ. ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ആദ്യം അത് ചെയ്യുക, പിന്നെ ഡിവിഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, പിന്നെ സബ്ട്രാക്ഷൻ. ഓക്കെ ഫൈൻ. സോ 9 ഡിവൈഡഡ് ബൈ 3/5 പ്ലസ് 25 ഇൻറ്റു ഇങ്ങോട്ട് നോക്കിക്കേ 4/5 പ്ലസ് 3/15. 3/15. അപ്പോൾ ഇതിൻ്റെ ഡിനോമിനേറ്റർ 15 ആണ്. ഇതിൻ്റെ ഡിനോമിനേറ്റർ 15 ആക്കാൻ വേണ്ടി താഴെയും ഞാൻ 3 കൊണ്ട് ഗുണിച്ചു, മുകളിലും ഞാൻ 3 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ ഇത് എത്രയായിട്ട് മാറും? 12/15 3/15. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 15/15 1 കിട്ടും. അതായത് 25നെ 1 കൊണ്ട് നിങ്ങൾ ഗുണിച്ചാൽ, ബ്രാക്കറ്റിനകത്ത് കിടക്കുന്നതുകൊണ്ട് ഇതിനെ ഗുണിക്കണമെന്നാണല്ലോ, 25നെ 1 കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് എത്ര തന്നെ കിട്ടും? 25 തന്നെ കിട്ടും. ഇനി അടുത്ത കോമഡി കാണിച്ചു തരാം. പ്ലസ് ഇനി പിന്നെ ഡിവിഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യണമെന്നാണല്ലോ. ഓക്കെ, ഇതിനേക്കാളെല്ലാം മുമ്പേ നിങ്ങൾ ഓഫ് ഉണ്ടെങ്കിൽ ആദ്യം അത് ചെയ്യണമെന്നാണ്. പോട്ടെ, അതൊക്കെ അങ്ങ് വിട്. ഇപ്പം നമ്മളങ്ങ് ഇപ്പോൾ 9 ഡിവൈഡഡ് ബൈ 3/5 എന്ന് പറയുമ്പോൾ എന്താ? ഭിന്നസംഖ്യയെ ഹരിക്കാൻ വന്നാൽ തിരിച്ചിട്ട് ഗുണിക്കണം. ഇൻറ്റു 3/5 എന്ന് പറയുമ്പോൾ എന്താവും? 5/3 ആവും. 5/3 ആവും. അപ്പോൾ ഇത് എത്രയായി? 3 × 3 അല്ലേ? അപ്പോൾ 15 പ്ലസ് 25 ഇത്രയും, മൈനസ് 9 × 2/3 എത്ര? 3 × 3 9. 3 × 2 അല്ലേ? 3 × 3 9. 3 × 2 6. അപ്പോൾ 40 മൈനസ് 6 എത്ര കിട്ടും? 34. ശരിയാണോ? ഓപ്ഷനിലുണ്ടോ? സോ ആൻസർ ഇസ് 34. വെരി സിമ്പിൾ, പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടും. സോ അടുത്ത ചോദ്യം വളരെ എളുപ്പമുള്ള ചോദ്യം. ടു ഗെറ്റ് എ നമ്പർ 40, the number 6 and 2/3 should be multiplied with. Okay, so 6 and 2/9, 2/3 അല്ല 2/9 ഇൻറ്റു ഏതോ ഒരു നമ്പർ, സേ എക്സ് ഓർ വൈ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 40 കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 40നെ ഇതിനെ കൊണ്ട് ഹരിച്ചാൽ മതി. ഈ 6 and 2/9 എന്ന് പറയുമ്പോൾ 9 × 6 54, 54 2 56. 56 ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു 40. സോ 40 ഇൻറ്റു അല്ലേ, ഹരിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? തിരിച്ചിട്ട് ഗുണിക്കണം അല്ലേ? തിരിച്ചിട്ട് ഗുണിക്കാൻ പറയുമ്പോൾ എന്ത് ചെയ്യും? 9 ഡിവൈഡഡ് ബൈ 56. 9 ഡിവൈഡഡ് ബൈ 56. അപ്പോൾ നമുക്ക് 8 കൊണ്ട് കട്ട് ചെയ്ത് കളയാം. 8 ഇവിടെ 5 പ്രാവശ്യം, ഇവിടെ 8 7 പ്രാവശ്യം. സോ 45 ഡിവൈഡഡ് ബൈ 7 എന്ന് കിട്ടും. 45 ഡിവൈഡഡ് ബൈ 7. 45നെ 7 കൊണ്ട് ഹരിക്കും മക്കളെ. 7 6 പ്രാവശ്യം ആയപ്പോൾ 42 ആയി. പിന്നെ ബാക്കി എത്ര ഉണ്ട്? 3 ഡിവൈഡഡ് ബൈ 7. സോ 6 and 3/7 ഉണ്ടോ? ഉണ്ട്. ശരിയാണോ? യെസ്, 6 and 3/7. ഇനി ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ 45നെ 7 കൊണ്ട് ഹരിക്കണമെന്ന്, അതൊക്കെ എങ്ങനെ മനസ്സിലെങ്ങനെ സാറേ പെട്ടെന്ന് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ആദ്യം സാധാരണ പോലെ തന്നെ ഹരിക്കുക. 45നെ 7 കൊണ്ട് ഹരിക്കുക. 7 6 പ്രാവശ്യം ആയപ്പോൾ 42. ബാക്കി എത്ര? 3. അപ്പോൾ ഇത് മനസ്സിലങ്ങ് ചെയ്താൽ മതി. 45നെ 7 കൊണ്ട് ഹരിക്കുക. 7ൻ്റെ ടേബിൾ നോക്കുക, അല്ലെങ്കിൽ 7ൻ്റെ 45ന് തൊട്ട് താഴെ വരുന്ന മൾട്ടിപ്പിൾ എത്രയാണ്? 7 6 42. അപ്പോൾ 6 പ്രാവശ്യം പൂർണ്ണമായിട്ട് വരും. അപ്പോൾ 6ഉം ഇച്ചിരും കൂടാണ് നമ്മുടെ ഉത്തരം. 6 പ്രാവശ്യം ആയപ്പോൾ 42. പിന്നെ ബാക്കി എത്ര? ഒരു 3 ഉണ്ട്. ആ 3നെ അവിടെ ഇട്ടേച്ച് വരരുത്. 45നെ ഹരിക്കാൻ പോയതാണ്, 42 വരെ ഹരിച്ചിട്ടിങ്ങി പോരരുത്. 7 6 പ്രാവശ്യം ആയപ്പോൾ 42. ബാക്കി എത്ര ഉണ്ട്? 3. ആ 3നെ അവിടെ കളഞ്ഞിട്ട് വരരുത്. അത് ഹരിക്കാൻ പോയാൽ ഹരിച്ചിട്ട് വരണം.
ആരെയും കൊണ്ടാണ് ഹരിക്കാൻ പോയത്? 7നെ കൊണ്ട്. അപ്പോൾ ആ 3നെയും 7നെ കൊണ്ട് ഹരിക്കണം. സോ 7 6 പ്രാവശ്യം ആയപ്പോൾ 42, ബാക്കി വന്ന 3നെ 7 കൊണ്ട് ഹരിക്കുക. സോ 6 and 3/7. സോ അങ്ങനെ നമുക്ക് ആൻസർ കിട്ടി 6 and 3/7. സോ അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം. The sum of two fractions is 5/6. One of them is 3/4. What is the other fraction? What is the other fraction? സോ വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ഇതെല്ലാം മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് മക്കളെ. അതുകൊണ്ട് ഒരല്പം ശ്രദ്ധിച്ചാൽ കോൺസ്റ്റബിളിനൊക്കെ നിങ്ങൾക്ക് QAയിൽ മൊത്തം മാർഗം മേടിച്ചിട്ട് ഇറങ്ങിപ്പോവാം കേട്ടോ. ദ സം ഓഫ് ടു ഫ്രാക്ഷൻസ്, രണ്ടുകൂടെ കൂട്ടി എത്ര കിട്ടും? 5/6. അതിലൊരെണ്ണം 3/4 ആണ്, മറ്റേതെത്ര? എക്സ് എടുക്കണമെന്നൊന്നുമില്ല, ഇത് തമ്മിലങ്ങ് കുറച്ചാൽ മതി. സോ 5/6 മൈനസ് 3/4. 6 × 4 24, 5 × 4 20, 6 × 3 18. അതായത് ഇങ്ങനെ ക്രോസ് ചെയ്തു. 5 × 4 20, 6 × 3 18. ആദ്യം 6നെ 4 കൊണ്ട് ഗുണിച്ച് ഇവിടോട്ട് എഴുതി, പിന്നെ ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇവിടെ എഴുതി, ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇവിടെ എഴുതി. 20 - 18 എത്ര? 2. 2/24 അല്ലെങ്കിൽ 1/12. 1/12. 1/12. അപ്പോൾ വളരെ പെട്ടെന്ന് 1/12 ഉണ്ടോ ഓപ്ഷനിൽ? യെസ് ഉണ്ട്, 1/12. വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടി. അടുത്ത ചോദ്യം, 11% ഓഫ് എ നമ്പർ ഇസ് 132. വാട്ട് ഈസ് 10% ഓഫ് ദാറ്റ് നമ്പർ? ഏതോ ഒരു സംഖ്യ, നമുക്കറിയത്തില്ല സംഖ്യ എത്രയാണെന്ന്. സോ ആ സംഖ്യ എന്ന് പറഞ്ഞാൽ 100% എടുക്കുക. അറിയാത്ത സംഖ്യയൊക്കെ നിങ്ങൾക്ക് 100% എടുക്കാം, പേഴ്സൻറ്റേജിൻ്റെ ചോദ്യമാണെങ്കിൽ. അപ്പോൾ സംഖ്യ 100%. ആ സംഖ്യയുടെ 11% പറഞ്ഞിട്ടുണ്ട്. എത്ര? 132. 1% എത്ര? 10% അല്ലേ കണ്ടുപിടിക്കേണ്ടത്, അവിടെ ഇരിക്കട്ടെ. 1% എത്ര? 11 മുട്ടായിക്ക് 132. ഒരു മുട്ടായിയുടെ വില എത്ര? 132 ഡിവൈഡഡ് ബൈ 11. എത്ര കിട്ടും? 12 എന്ന് കിട്ടും. 11 × 12 ആണ് 132. അപ്പോൾ 1%, ഒരു മുട്ടായിയുടെ വില 12 രൂപയാണെങ്കിൽ വാട്ട് ഈസ് 10% ഓഫ് ദാറ്റ് നമ്പർ? സോ മക്കളെ 10% എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 12 × 10 എത്ര കിട്ടും? 120 എന്ന് നമുക്ക് ആൻസർ കിട്ടും. 120 ശരിയാണോ? യെസ്, 120. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 10 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഈ 10 ചോദ്യങ്ങൾ, ഇതിനകത്തിൽ SIയുടെ ചോദ്യങ്ങളുമുണ്ട്, കോൺസ്റ്റബിളിൻ്റെ ചോദ്യങ്ങളുമുണ്ട്, അങ്ങനെ 10 ചോദ്യങ്ങൾ. അപ്പം ഈ ഒരു 10 ചോദ്യങ്ങൾ ഒന്നും ആവുന്നില്ല. നമ്മളിപ്പോൾ 5 ക്ലാസ്സുകളിലായിട്ട് ഏകദേശം 50, ഒരു ക്ലാസ് എന്തോ 5 ചോദ്യങ്ങളെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. എങ്കിലും ഒരു 40-45 ചോദ്യങ്ങൾ എന്തായാലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. 45 ചോദ്യങ്ങൾ ഒരു കടലിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തൊഴിക്കുന്നത് പോലെയാണെന്ന് എനിക്കറിയാം. എത്രത്തോളം ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്യുമോ അത്രയും നല്ലതാണ്. പിന്നെ ഈ ചോദ്യങ്ങൾ ചെയ്ത് കാണിക്കുന്നത് ഇത് ഇങ്ങനെയും ചെയ്യാം. ചിലപ്പോൾ എന്നേക്കാൾ വളരെ എളുപ്പം ഈ ചോദ്യങ്ങൾ ചെയ്യുന്നവരുണ്ടാകാം, വളരെ എളുപ്പം ചെയ്യുന്നവരുണ്ടാകാം. മറ്റ് രീതികളിലൂടെ ചെയ്യുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ മറ്റേ രീതിയായിരിക്കും പ്രയോജനം കൂടുതൽ നിങ്ങൾക്ക് കൺവിൻസിങ് ആവുന്നത്. സോ ഞാൻ എപ്പോഴും ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയും ഒരു രീതിയുണ്ട്, ഇങ്ങനെയും കൂടെ നിങ്ങൾക്ക് ചെയ്യാം. അധികം സമയം എടുക്കാതെ ഈ ഒരു രീതിയിലൂടെ നിങ്ങൾക്ക് ഇതും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കൂ എന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഞാൻ ഈ പറയുന്നതൊന്നും ഇതിൻ്റെ അൾട്ടിമേറ്റ് സൊല്യൂഷൻസ് അല്ല. ഞാൻ അങ്ങനെ എവിടെയും അവകാശപ്പെട്ടിട്ടില്ല ഞാൻ പറയുന്നതാണ് ശരി, ഇങ്ങനെ ഇത് ചെയ്യാവൂ, ഒരിക്കലുമില്ല. ഇതൊരു വഴി ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ വഴിയേ വരാം, അല്ലെങ്കിൽ നിങ്ങൾക്കിത് പഠിക്കാം. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം, കഴിയുന്നത്ര ചോദ്യങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ RPFൻ്റെ എക്സാമിന് പോവുക. അത് മാത്സും റീസണിങ്ങും GK ആണെങ്കിലും എത്രത്തോളം മോക്ക് ടെസ്റ്റുകൾ ചെയ്യാമോ അത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ എക്സാമിനേഷൻ ഹാളിലേക്ക് പോവുക. RPFൻ്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടി നമ്മളൊരു ക്രാഷ് കോഴ്സ് നടത്തുന്നുണ്ട്. ഒരിക്കലും അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ ക്ലാസ്സസ് എടുക്കുന്നത്. ഇത് ഒരുപാട് ആളുകൾ എൻ്റെ യൂട്യൂബ് ചാനലിനെ ഡിപ്പെൻഡ് ചെയ്ത് പഠിക്കുന്ന കുറച്ച് കുട്ടികളുണ്ട്. അവർക്ക് പ്രയോജനപ്പെടുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. ഇപ്പോൾ എല്ലാവരെയും കൂടെ എൻ്റെ കോഴ്സിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടല്ല ഒരിക്കലും ഞാൻ ക്ലാസ് എടുക്കുന്നത്. തുടക്കത്തിലൊന്നും ഞാൻ ഈ കാര്യങ്ങൾ പറയുകയോ അതിൻ്റെ പ്രൊമോഷൻസ് റൺ ചെയ്യുകയോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. അപ്പം അതെന്തോ ആയിക്കോട്ടെ, അത് താല്പര്യമുള്ളവർക്ക് ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ആ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ മക്കളെ. നമുക്കിനിയും മറ്റൊരു ക്ലാസ്സിലൂടെ വീണ്ടും കാണാം.